കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം അത് സാധാരണ നിലക്ക് ഒരു മുഖ്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വസ്തുതകളായിരിക്കണം. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് നാടെപ്പോഴും പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ആധികാരികമായ വാക്കുകളാണ്. അപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർഭാഗ്യവശാൽ ആ പത്രസമ്മേളനത്തിൽ തന്നെ ഒന്നിലധികം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവ വസ്തുതകൾക്ക് നിരക്കാത്തതായി അദ്ദേഹം അവതരിപ്പിക്കുന്നതായി കണ്ടു. ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോയി എന്ന് വരാം. ഇത് അങ്ങനെയല്ല. ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒന്നാമത്തെ കാര്യം, എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ഞാൻ വർഗീയത പരത്തുകയാണെന്ന്. ഇത് ഇപ്പോൾ ഉയർന്നു വന്ന വഖഫ് ബോർഡ് വിഷയത്തിൽ ഞാനെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം എന്തടിസ്ഥാനത്തിലാണ് അത് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഇവിടെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്ന നിലപാട് BJPയുടേതാണ്. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമഭേദഗതിയാണ്. ആ നിയമഭേദഗതി BJP ഇതര ഗവൺമെൻറ് എന്ന നിലക്ക് ആദ്യമായി അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായാണ് കേരളത്തെ ഇപ്പോൾ UDF സർക്കാർ മാറ്റുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമഭേദഗതി അംഗീകരിച്ച് ഇവിടെ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. ഇത് കൃത്യമായ വ്യക്തമായ സംഘപരിവാർ സേവയാണ്. അത് പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം നിലവിട്ട് സംസാരിക്കുന്ന നില വന്നിട്ടുള്ളത്. ഇവിടെ എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് ഞാൻ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി വെച്ച് പരിശോധിക്കണമല്ലോ. ഇവിടെ LDF സർക്കാരുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന
വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അതേ നിലപാട് തന്നെയാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടരുന്നത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഓരോ വിഭാഗത്തിൻ്റെയും മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അതത് വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ഭരണസമിതികളാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ വഖഫിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1913 ബ്രിട്ടീഷ് ഭരണകാലമാണല്ലോ വഖഫുകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ആദ്യ നിയമം വരുന്നത്. പിന്നീട് അതിൽ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. 1923, 1954, 1955 വഖഫ് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോഴൊന്നും വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ളവരെ അംഗങ്ങളാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ തുടർന്നു വരുന്ന സമ്പ്രദായം അതാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാറ്റാൻ നിയമഭേദഗതി കൊണ്ടുവന്നത്. അമുസ്ലിങ്ങളെ കൂടി ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഭേദഗതിയാണ് അവർ കൊണ്ടുവന്നത്. അതിന് പുറകിലുള്ള സ്ഥാപിത താല്പര്യം വ്യക്തമാണ്. അതിനോട് വിയോജിക്കുക എന്നത് വർഗീയവാദം പ്രചരിപ്പിക്കലാണോ? എന്നാൽ കാണേണ്ട കാര്യം, അതിനോട് യോജിച്ചു പോകൽ സംഘപരിവാർ അജണ്ടക്ക് മുൻപിലുള്ള നഗ്നമായ കീഴടങ്ങലല്ലേ? അങ്ങനെ വിയോജിക്കുന്നവരെ BJPക്കാർ അധിക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ നിലപാട് വർഗീയ നിലപാടാണ്. എന്നാൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി BJPയുടെ നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അതിനെതിരെ സ്വാഭാവികമായ ശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. ഒരു മതവിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങളിൽ ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് ഒരു മതവിഭാഗത്തിനെതിരെയും ഇത്തരമൊരു കടന്നുകയറ്റം പാടില്ല എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെ ആ എതിർപ്പ് ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആ കാലത്ത് നിയമസഭ ഏകണ്ഠമായി ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത്.
അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കണം എന്ന തരത്തിലുള്ള നിയമ ഭേദഗതി അതേപോലെ അംഗീകരിച്ച് നടപ്പാക്കുകയല്ല അന്ന് കേരളത്തിലെ LDF സർക്കാർ ചെയ്തത്. അതിനെതിരെ ആകാവുന്ന എല്ലാ പോരാട്ടങ്ങളും നടത്തുക. അതിൽ ഒരു പ്രശ്നം വരുന്നത് വഖഫ് ബോർഡിൻ്റെ ഘടന പുനഃസംഘടനയുടെ പ്രശ്നം വന്നു. ആ ഘട്ടത്തിൽ ഈ പറയുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുനഃസംഘടനയല്ല LDF സർക്കാർ നടത്തിയത്. 2 സീറ്റ് ഒഴിച്ചിട്ടു. കാരണം നിയമം പാസ്സായി കഴിഞ്ഞിട്ടുണ്ട്. ആ 2 പേരെ അമുസ്ലിങ്ങളായവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിച്ചാൽ BJPയുടെ നിലപാട് അംഗീകരിക്കലായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമ ഭേദഗതി അംഗീകരിക്കലായി. പക്ഷേ ആ നിയമ ഭേദഗതി വന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് നിയമസഭ ഏകണ്ഠമായ നിലപാടെടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ 2 സീറ്റ് ഒഴിച്ചിട്ടുകൊണ്ടുള്ള പുനഃസംഘടന നടത്തിയത്. ഇത് 2026 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ പുതിയ നിയമവുമായി യോജിച്ചു പോകുന്ന നിലപാടല്ല LDF സർക്കാർ സ്വീകരിച്ചത്. യോജിച്ചു പോവുകയായിരുന്നുവെങ്കിൽ അമുസ്ലിങ്ങളെ കൂടി അംഗങ്ങളായി നിയമിക്കണമായിരുന്നു. അത് LDFന് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, കേവലമായ ഇത്തരത്തിലൊരു പുനഃസംഘടന മാത്രമല്ല നടത്തിയത്. ഈ പാസാക്കിയ നിയമത്തിനെതിരെ നീങ്ങാൻ സർക്കാർ തലത്തിലാകാവുന്നത് എന്താണ്? നിയമപരമായി അതിനെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ടാണ് അതിനെതിരായ നിയമ പോരാട്ടം സർക്കാർ ഏറ്റെടുത്തത്. ഇതെല്ലാമാണ് വസ്തുതകൾ. ആ വസ്തുതകൾക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയല്ല. പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതി ബില്ല് പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഇടതുപക്ഷ MP-മാർ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിരുന്നു. അന്ന് കോൺഗ്രസ് MP-മാരും ഈ നിലപാടിനോട് യോജിക്കുകയുണ്ടായി. നിയമസഭയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നിയമസഭയിലായാലും പുറത്തായാലും അന്ന് UDF-കാർ ഈ നിലപാടിനോടൊപ്പം നിന്നിരുന്നു. പക്ഷേ ഭരണമാറ്റത്തിന് ശേഷം അന്ന് പറഞ്ഞ അതേ നിലപാട് ഞാൻ ആവർത്തിച്ചപ്പോൾ എന്നെ വർഗീയവാദിയായി മുദ്രകുത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. മുസ്ലിം ഇതര അംഗങ്ങൾ വഖഫ് ബോർഡിൽ വേണ്ട എന്ന നിലപാട് ആവർത്തിക്കുന്ന എല്ലാവരും വർഗീയവാദികളാണോ? അങ്ങനെയാണോ കേരള മുഖ്യമന്ത്രി കാണുന്നത്? അതാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? UDF വഖഫ് വിഷയത്തിൽ
കൃത്യമായ മലക്കം മറിച്ചൽ നടത്തിയിരിക്കുന്നു. അത് ചോദ്യം ചെയ്താൽ അത് വർഗീയവാദമാകൂ, ന്യൂനപക്ഷ പ്രീണനമാകൂ. അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിൻ്റെ നാവ് കടമെടുത്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് എന്ന് പറയേണ്ടതായി വരും. വഖഫ് നിയമത്തിനെതിരായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശങ്കകളെ വർഗീയതയാണ് എന്ന് അധിക്ഷേപിക്കുന്നത് കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയമാണ്. പുതിയ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ സെക്ഷൻ 14 പ്രകാരം ബോർഡിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യതയാണ് അന്ന് LDF സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. സെക്ഷൻ 14 ഉപസെക്ഷൻ 1 ക്ലോസ് C പ്രകാരമുള്ള 4 അംഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള 7 അംഗങ്ങളും അമുസ്ലിങ്ങളാകാനുള്ള സാധ്യതയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം വഴി തുറക്കുന്നത്. ഇക്കാര്യമാണ് LDF സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഇൻ്റർവെൻഷൻ ഹർജിയിൽ വ്യക്തമാക്കിയത്. ഈ കേന്ദ്ര നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതാണ്, UDFിലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗുമുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ ഇത്? ഇതേ നിലപാട് തന്നെയല്ലേ മുസ്ലിം ലീഗും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്? എന്നാൽ ആ ലീഗിൻ്റെ പ്രതിനിധി വഖഫ് വകുപ്പ് മന്ത്രിയാണിപ്പോൾ. പക്ഷേ അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥയടങ്ങുന്ന സെക്ഷൻ 14 പൂർണ്ണമായി നടപ്പാക്കുമെന്ന നിലപാട് കോടതിയിൽ ഇപ്പോൾ UDF സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. കോടതി ഉത്തരവിൻ്റെയോ നിർദ്ദേശങ്ങളുടെയോ അടിസ്ഥാനത്തിൽ 14-ാം വകുപ്പ് പൂർണ്ണമായും നടപ്പാക്കിക്കൊള്ളണമെന്ന് പറയാൻ സംസ്ഥാന സർക്കാർ നിർബന്ധമായതല്ല. കാരണം നിയമപോരാട്ടം അവസാനിച്ചിട്ടില്ല. നിയമപോരാട്ടം അവസാനിച്ച് സുപ്രീം കോടതിയും നിലപാടെടുത്ത് മറ്റൊരു വഴിയുമില്ല എന്ന സാഹചര്യം വന്നപ്പോഴല്ല, അങ്ങനെ നിർബന്ധിതമായ ഒരു സാഹചര്യവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. സ്വമേധയാ അഡ്വക്കേറ്റ് ജനറലിനെ തന്നെ കോടതിയിൽ ഹാജരാകാൻ നിയോഗിച്ച് അങ്ങോട്ട് കയറി സമ്മതിക്കുകയാണ്. ഏതെങ്കിലും നിർബന്ധമായ സാഹചര്യമല്ല, ഞങ്ങളിത് ചെയ്തു കൊള്ളാം എന്ന് അങ്ങോട്ട് കയറി സമ്മതിക്കുകയാണ്. അതനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റാണ് കോടതിയിൽ സമർപ്പിച്ചത്. സ്വമേധയാ വരുത്തിയ ഈ നയമാറ്റം സംഘപരിവാർ അജണ്ടയ്ക്ക് അനുകൂലമായ വ്യക്തമായ ചുവടുമാറ്റമാണ്. ഇതിന് മറുപടി പറയാണ് വേണ്ടത്. ആ മറുപടി പറയാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയത പ്രചരിപ്പിക്കുന്നവരായി ചാപ്പകുത്തുന്നതാണോ ശരി? അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ എതിരായ നിലപാടാണ് നിയമസഭയിലായാലും സുപ്രീം കോടതിയിലായാലും LDF സ്വീകരിച്ചത്. അന്ന് UDF അതിനോട് യോജിച്ചു. എന്നാൽ അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ
UDF സർക്കാരാണ് നിലപാട് മാറ്റിയത്. ഇത് സംബന്ധിച്ച് സർക്കാർ 2026 ജൂലൈ 14 ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ സംസാരിച്ചതാണ്. അതിൽ തർക്കവിഷയമായ മുസ്ലിം ഇതര അംഗങ്ങളുടെ നിയമനമടക്കം നിഷ്കർഷിക്കുന്ന 14-ാം വകുപ്പ് പൂർണ്ണമായി നടപ്പാക്കും എന്നാണ് കോടതിയിൽ UDF സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുന്ന നിലപാട് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടാമത്തെ വസ്തുതാവിരുദ്ധമായ കാര്യം, സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ LDF സർക്കാരും മുസ്ലിം ലീഗും എല്ലാം ഉണ്ട്, അവരെല്ലാം ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികൾ, ഇവരെല്ലാം നൽകിയ ഹർജി തള്ളി എന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രസ്താവിച്ചത്. ഇത് വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ്. ആ കേസ് സുപ്രീം കോടതിയിൽ തുടരുകയാണ് എന്നതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വസ്തുതാവിരുദ്ധമായി മൂന്നാമതൊരു കാര്യം മുഖ്യമന്ത്രി അതേ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അത് പുതിയ വഖഫ് നിയമം വന്നു. ആ നിയമത്തിനനുസൃതമായി ആദ്യമായി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് കേരളമാണ് എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ചത്. ഇവിടെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന വഖഫ് ബോർഡുകൾക്ക് കാലാവധി പൂർത്തീകരിക്കും വരെ തുടരാമെന്നാണ് പറയുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞാൽ പുനഃസംഘടിപ്പിക്കണം. കാലാവധി കഴിഞ്ഞ ശേഷം വഖഫ് ബോർഡുകൾക്ക് പഴയതുപോലെ പ്രവർത്തിക്കുന്നതിന് നിയമപരമായ അധികാരമുണ്ടാകില്ല. ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. പ്രൊവൈഡഡ് ആൾസോ that the elected members of board holding office on the commencement of the Waqf Amendment Act 2025 shall continue to hold office as such until the expiry of their term of office. കേരളത്തിൽ 2019 ശേഷം ഭേദഗതിക്ക് മുൻപുള്ള നിയമപ്രകാരം രൂപീകരിച്ച വഖഫ് ബോർഡ് അതിൻ്റെ 5 വർഷ കാലാവധി പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് 2026 ഫെബ്രുവരി മാസത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ നിർബന്ധിതമായത്. പുനഃസംഘടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, അതാണ് വസ്തുത. കേരളത്തിന് മുൻപ് ഭേദഗതി നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് കേരളമാണ് ആദ്യം ചെയ്തതെന്നാണല്ലോ പറയുന്നത്. എന്നാൽ കേരളത്തിന് മുൻപ് തന്നെ ഈ നിയമമനുസരിച്ച്, ഭേദഗതി നിയമമനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് തമിഴ്നാടാണ്. 2025 നവംബർ 28 അവിടെ മുസ്ലിം ലീഗ് നേതാവ് നവാസ് ഖനി MP ആണ് തമിഴ്നാട്ടിലെ വഖഫ് ബോർഡ് ചെയർമാൻ. അവിടെയും സെക്ഷൻ 14 പ്രകാരമുള്ള അമുസ്ലിം അംഗങ്ങളെ ഒഴിവാക്കിയാണ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. അത് ശരിയായ നിലപാടായിരുന്നു. ആ ശരിയായ നിലപാട് തന്നെയാണ് കേരളത്തിൽ LDF സർക്കാരും സ്വീകരിച്ചത്. ഇത്തരം
പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും പരിശോധിച്ചു വേണ്ടേ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത്? ചുരുങ്ങിയ പക്ഷം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോടെങ്കിലും അന്വേഷിച്ച് വ്യക്തത വരുത്താമായിരുന്നില്ലേ? കാരണം അവരുടെ എം പി ആണല്ലോ തമിഴ്നാട്ടിൽ ചെയർമാനായിട്ടിരിക്കുന്നത്. ഇക്കാര്യം മറച്ചുവെച്ച് കേരളം LDF കാലത്ത് എന്തോ വ്യഗ്രത കാട്ടി എന്ന ധ്വനിയോടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അന്നത്തെ സ്റ്റാലിൻ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്, വിജയ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണല്ലോ. പക്ഷേ DMK സർക്കാർ മാറി വിജയ് മുഖ്യമന്ത്രിയായ ശേഷം മുൻ സർക്കാർ കാലത്തെ വഖഫ് നിയമനത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ് പുതിയ സർക്കാർ സ്വീകരിച്ചത്. കേരളത്തിൽ ഭരണമാറ്റം വന്നു, LDF മാറി UDF വന്നു. UDF അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിം ഇതര അംഗങ്ങളെ ബോർഡിൽ തിരികെ കയറ്റാനുള്ള ഗൂഢനീക്കങ്ങൾ അത് തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കേരളത്തിൽ UDF സർക്കാർ ഈ വിഷയത്തിലുള്ള നിലപാടിൻ്റെ ഭാഗമായി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ നിയമപരമായ പോരാട്ടം നടത്തുകയാണ്. ആ പ്രതിരോധത്തെ തന്നെ, നിയമപരമായ പ്രതിരോധത്തെ തന്നെ തകർക്കുന്നതിനാണ് ഈ നിലപാട് സഹായിക്കുക. അപ്പോൾ അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാലാമതൊരു കാര്യം മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്, അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ സന്നദ്ധമാണ് എന്ന് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. സുപ്രീം കോടതിയിലല്ല, രാജ്യത്തെ ഒരു കോടതിയിലും LDF സർക്കാരോ സംസ്ഥാന വഖഫ് ബോർഡോ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ നിയമത്തിനെതിരായി നിലവിലുള്ള ഹർജികളിൽ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതിൽ അണുകിട വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വഖഫ് ബോർഡിൽ അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിനാണ്, അത് വഖഫ് ബോർഡിനല്ല. അപ്പോൾ ഞങ്ങൾ ആരെയെങ്കിലും നിയമിക്കാൻ തയ്യാറാണ് എന്ന് വഖഫ് ബോർഡിന് പറയാനാകുമോ? ഇതിലും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. UDF സർക്കാരിൻ്റെ വഞ്ചനാപരമായ നിലപാട്, ആ നിലപാടിനെതിരെ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ്. LDFന് ഇക്കാര്യത്തിലുള്ള നയത്തിൽ അന്നും ഇന്നും ഒരേ നിലപാടാണ്, ഒരു ചാഞ്ചാട്ടവുമില്ല. അങ്ങനെ പറയുന്നതിനെ വർഗീയവാദി ചാപ്പകുത്തി പ്രതിരോധിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇതേ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പറയുകയുണ്ടായി. അതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അഞ്ചാമത്തെ ഇനമായിട്ട് വേണമെങ്കിൽ അത് എണ്ണാം. 2015 UDF സർക്കാർ ഒപ്പിട്ട വൈദ്യുതി കരാർ LDF സർക്കാരാണ് റദ്ദാക്കിയത്. അതാണ് ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി കാരണം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.
ഇത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണെന്ന് മുൻപ് തന്നെ എല്ലാ തലങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ ക്രമരഹിതമായ പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു. റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ലഭ്യമായിക്കൊണ്ടാണ് ഈ കരാർ നടപ്പാക്കേണ്ടിയിരുന്നത്. അതിന് UDF സർക്കാർ തയ്യാറായില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരക്കുകൾ തീരുമാനിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ LDF സർക്കാർ മുൻപാകെ വന്നതാണ്. പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് നേരത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയതാണ്. അതായത് ആ കരാറ് ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയാൽ ആ കരാറിൻ്റെ ഭാഗമായി ലഭ്യമാകുന്ന വൈദ്യുതി ഇല്ലാതെ വരും. അത് വലിയ പ്രതിസന്ധി കേരളത്തിലുണ്ടാക്കും. അപ്പോൾ അത് തുടരട്ടെ എന്ന നിലപാടാണ് LDF എന്ന് സ്വീകരിച്ചത്. അതാണ് സർക്കാർ നിലപാടായി സ്വീകരിച്ചത്. ഇവിടെ വൈദ്യുതി കരാറിന് റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതിയില്ലായിരുന്നു. ഈ അനുമതികൾ ലഭിക്കാതെ 2015 UDF സർക്കാർ കരാർ ഒപ്പിടുകയാണ് ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി വേണമായിരുന്നു. ടെൻഡർ ക്രമപ്രകാരമല്ല എന്ന നിലപാടാണ് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ചത്. അപ്പോൾ വൈദ്യുതി ആവശ്യകതയുടെ പേരിൽ കരാറുമായി മുന്നോട്ട് പോകാനാണ് അന്ന് സംസ്ഥാനം തയ്യാറായത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അതിൽ നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ടെൻഡറിലെ അപാകത ചൂണ്ടിക്കാണിച്ച് 2022 2015 കരാറ് വന്നത്. 2016 മുതൽ LDF സർക്കാരാണ്. 2022 റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാർ റദ്ദാക്കുന്ന ഉത്തരവിട്ടു. 7 വർഷക്കാലമായി തുറന്നു പോകുന്ന കരാർ പെട്ടെന്ന് റദ്ദ് ചെയ്തെന്നത് വൈദ്യുതി ലഭ്യതയെ ബാധിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ സംജാതമായി. റെഗുലേറ്ററി കമ്മീഷൻ സ്വീകരിച്ച നിലപാടിനോട് സർക്കാരിന് യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അടിയന്തര സാഹചര്യം മുൻനിർത്തി പൊതു താൽപ്പര്യം കണക്കിലെടുത്ത് സർക്കാരിൽ നിക്ഷിപ്തമായ അധികാരം സെക്ഷൻ 108 ഓഫ് ദ ഇലക്ട്രിസിറ്റി ആക്ട് 2023 അത് ഉപയോഗിക്കാൻ സർക്കാർ തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ നയപരമായ നിർദ്ദേശം നൽകി. ആ അധികാരം സർക്കാരിനുണ്ടായിരുന്നു. ആ അധികാരം LDF സർക്കാർ വിനിയോഗിച്ചു. അതനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചു. അപ്പോഴേക്ക് മറ്റൊരു പ്രശ്നം വന്നു. വൈദ്യുതി നൽകുന്ന കമ്പനികൾ അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകി. അതിൻ്റെ ഭാഗമായി അപ്പലറ്റ് ട്രിബ്യൂണൽ കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തെ ശരിവെച്ചു. ഇത്തരം നിലപാടുകൾ വന്നപ്പോൾ സർക്കാർ അവിടെ കൈകെട്ടിയിരിക്കുകയല്ല ചെയ്തത്. ആ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ
സമീപിക്കാൻ സർക്കാർ തയ്യാറായി. KSEBയും സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസിൽ ഇപ്പോഴും അന്തിമ വിധി വന്നിട്ടില്ല. ഇതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ കേസ്, സുപ്രീം കോടതിയിലുള്ള കേസ് വിചാരണ പൂർത്തീകരിക്കുന്നതിനായി അടിയന്തരമായി സർക്കാർ ഇടപെടുകയാണ് വേണ്ടത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനല്ല മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്. ഈ ഗൗരവം കണക്കിലെടുത്ത് ഇത്തരമൊരു ഇടപെടൽ നടത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് മഴക്കുറവുണ്ടായിട്ടുണ്ട്. മഴക്കുറവ് നേരത്തെയും ഉണ്ടായിരുന്നു. അത്തരം ഘട്ടങ്ങളിലെല്ലാം ഫലപ്രദമായ മാനേജ്മെൻറ്റിലൂടെ ലോഡ് ഷെഡിങ് ഒഴിവാക്കിയ അനുഭവം ജനങ്ങളുടെ മുന്നിലുണ്ട്. ഈ പറഞ്ഞ കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയ ശേഷവും LDF ഭരണകാലത്ത് ലോഡ് ഷെഡിങ് ഉണ്ടായിട്ടില്ല. അതെല്ലാം ഇത്തരം കരുതലുകളുടെ ഭാഗമായിരുന്നു. LDF സർക്കാർ ഒരു കരാറും റദ്ദ് ചെയ്തിട്ടില്ല. തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് മുഖ്യമന്ത്രി. സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായ റെഗുലേറ്ററി കമ്മീഷൻ, മുഖ്യമന്ത്രിക്കറിയാം, അതൊരു ക്വാസി ജുഡീഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് എന്ന്. ആ കമ്മീഷനെ രാഷ്ട്രീയമായി പക്ഷം ചേർത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോലൊരാൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത്? സർക്കാർ നിർദ്ദേശപ്രകാരം റെഗുലേറ്ററി കമ്മീഷനെ ആ കരാർ പുനഃസ്ഥാപിക്കേണ്ടി വന്നല്ലോ. അവിടെ സർക്കാർ ആക്ട് ചെയ്തല്ലോ. എന്നാൽ അപ്പലറ്റ് ട്രിബ്യൂണൽ വിധിയെ തുടർന്നാണ് പിന്നീട് റദ്ദാക്കപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം വേണമായിരുന്നു, നടപടിക്രമങ്ങൾ പാലിക്കണമായിരുന്നു. ഇതൊന്നുമില്ലാതെ 2015 ദീർഘകാല കരാർ ഒപ്പിട്ട UDF സർക്കാരാണ് ഇതിൽ യഥാർത്ഥ കുറ്റക്കാർ. വസ്തുതകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ദുരാരോപണത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ രാജ്യമാകെ സമര തീച്ചുളയിലാണിപ്പോൾ. യുവജനങ്ങളും വിദ്യാർത്ഥികളും രാജ്യത്താകെ കടുത്ത പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ചോദ്യപേപ്പർ അട്ടിമറിയിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയ്ക്കെതിരെ രാജ്യത്തുടനീളം വലിയ ജനരോഷമാണ് ഉയർന്നു വന്നത്. CJPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രക്ഷോഭം ഭരണകൂട ഭീകരതയെ തെല്ലും കൂസാതെ യുവാക്കൾ ശക്തവും വേറിട്ടതുമായ സമരമുറകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നോക്കിയാൽ ഓരോ ദിവസം കഴിയും തോറും സമരത്തിൻ്റെ ഊർജം ശക്തിപ്പെടുകയാണ്, കൂടുതൽ കരുത്ത് വളർന്നു വരികയാണ്, എല്ലായിടങ്ങളിലും വ്യാപിക്കുകയാണ്. നേരത്തെ ഒരു പരിഗണനയും നൽകാതെ നിസ്സംഗത പാലിച്ചിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ പതറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിക്ക് തന്നെ അർദ്ധരാത്രി വീഡിയോ സന്ദേശം വഴി പ്രതികരിക്കേണ്ടി വന്നത്. ഈ സമരം, പ്രക്ഷോഭം
ആരംഭിച്ചിട്ട് മാസങ്ങളായി. പക്ഷേ പ്രധാനമന്ത്രി പൂർണ്ണ മൗനത്തിലായിരുന്നു. കുറ്റക്കാരെ മുഴുവൻ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു. ഇപ്പോഴും യഥാർത്ഥ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല. സമരക്കാരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനുള്ള ശ്രമവും അതിനിടയിൽ നടക്കുകയാണ്. ഇവിടെ നിരവധി കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രശ്നമാണിത്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മാനസിക പീഡനത്തിലേക്ക് തള്ളിവിട്ടതുമാണിത്. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഒഴിയാനാവില്ല. ഇവിടെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ, പ്രക്ഷോഭകർ ഉറച്ചു നിൽക്കുകയാണ്. അത് തികച്ചും ന്യായമായ കാര്യമാണ്. ദേശീയ തലത്തിലുള്ള മത്സരാധിഷ്ഠിത പൊതുപരീക്ഷകൾ നടത്തിപ്പിനുള്ള സംവിധാനങ്ങൾ തികച്ചും ദുർബലമാക്കി നിലനിർത്തുന്നത് ഇത്തരം വലിയ തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കാനാണ് എന്നതിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പിന്തുണയറിയിച്ച് ലോകവ്യാപകമായി, രാജ്യവ്യാപകമായല്ല, ലോകവ്യാപകമായി തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളും കലാസാംസ്കാരിക പ്രവർത്തകരും രംഗത്ത് വരികയാണ്. കർഷക, ട്രേഡ് യൂണിയൻ സംഘടനകൾ, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം പ്രക്ഷോഭത്തെ പിന്തുണക്കുന്നു. രാജ്യതലസ്ഥാനത്ത് ആരംഭിച്ച പ്രക്ഷോഭം എല്ലാ BJP ഇതര യുവജന വിദ്യാർത്ഥി സംഘടനകൾ വൻതോതിൽ വ്യാപിപ്പിക്കുന്ന നില സ്വീകരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് രാജ്യവ്യാപകമായി തന്നെ ആ പ്രക്ഷോഭം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലും മറ്റ് കേന്ദ്രങ്ങളിലും സമരം തുടരുന്ന മുഴുവൻ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം അറിയിക്കട്ടെ. ഇത്രയാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ സർക്കാരുകാലത്ത് 2 സീറ്റ് ഒഴിച്ചിട്ടതാണ് ഇപ്പോൾ അത് അമുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള രീതിയാണ് കോൺഗ്രസ് പറയുന്നത്. അന്നേ അംഗീകരിച്ചത് ആ സീറ്റ് ഒഴിവ് എന്നൊരു പോയിന്റാണ് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം നല്ലൊരു അഡ്വക്കറ്റ് കൂടിയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കായ്മയൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. നിങ്ങൾ നിയമം പാസ്സായി കഴിഞ്ഞു രാജ്യത്ത്. ആ നിയമത്തെ ചോദ്യം ചെയ്യാവുന്നത് കോടതി വഴിയാണ്. ആ മാർഗം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ മുന്നിൽ വന്ന പ്രശ്നം ആ ഘട്ടത്തിൽ പുനഃസംഘടന വേണം. കാരണം പഴയ ബോർഡിൻ്റെ കാലാവധി അവസാനിച്ചു. ഇപ്പോൾ ഫെബ്രുവരിയിൽ പുതിയ ബോർഡ് വരണം. ആ പുതിയ ബോർഡ് തീരുമാനിക്കുമ്പോൾ 2 അമുസ്ലിങ്ങൾ ആ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയല്ല ചെയ്തത്. ആ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിയമ ഭേദഗതി നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ നിലപാടിൻ്റെ ഭാഗമായി 2 സീറ്റ് ഒഴിവാക്കിയിടുന്നു. ബാക്കി ഉള്ളവരെ നിയമിക്കുന്നു. അത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമാണ്. കാരണം ബോർഡിൻ്റെ കോറത്തിന് പ്രശ്നമില്ല. ഇതിൽ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ചിലയിടത്ത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രശ്നമില്ല. നമുക്ക് ആ ബോർഡ് തുറന്നു പോവുകയാണ്. മറ്റത് നിയമ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള നിയമപരമായ ചോദ്യം ചെയ്യൽ,
അതിൻ്റെ ഭാഗമായുള്ള കോടതിയുടെ പരിശോധന, അതിലുള്ള തീരുമാനം, ആ തീരുമാനം വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ടേ? അതിന് കാത്തു നിൽക്കാതെ ആ ഭാഗം നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ. ആ ഭാഗം നമ്മൾ ഗൗരവമായി തുറന്നു പോകണമല്ലോ. കോടതിയിലുള്ള പോരാട്ടം ശക്തമായി നടത്തണമല്ലോ. ഇവിടെ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം അതാണ്. 2 സീറ്റ് ഒഴിച്ചു വെച്ചു, എന്നിട്ട് കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി നമുക്ക് ശുഭപ്രതീക്ഷയാണ് അത് നേടാൻ കഴിയുമെന്നുള്ളത്. എന്നാൽ UDF എന്താ ചെയ്തത്? ആ 2 സീറ്റും കൂടി ഞങ്ങൾ നികത്തിക്കൊള്ളാം, ആ മുസ്ലിങ്ങളെ കൂടി ഉൾക്കൊള്ളാം എന്ന് അങ്ങോട്ട് പോയി സമ്മതിക്കുകയല്ലേ. ഇവിടെ കോടതിയിൽ, സുപ്രീം കോടതിയുടെ മുന്നിൽ കേസ് നിലനിൽക്കുകയല്ലേ. അതിനടക്കം ദുർബലപ്പെടുന്ന സമീപനമല്ലേ സ്വീകരിച്ചത്? അതാണ് നാം കാണേണ്ടത്. ഈ വിഷയത്തില് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും പറയുന്ന അതേ വാദമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളായ സംസ്ഥാന APK വിഭാഗങ്ങളൊക്കെ എടുക്കുന്നത്. ഇത് പറയുന്ന പ്രതിപക്ഷ നേതാവ് വർഗീയ പട്ടം തരികയാണെങ്കിൽ അവർക്കൊക്കെ നാളെ മുഖ്യമന്ത്രി ഇത് കൊടുക്കേണ്ടി വരില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഇത് പറയുന്നവരെല്ലാം വർഗീയവാദികളാകുമോ? അങ്ങനെ പറയുമോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വ്യക്തമായി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതൊരു പ്രസക്തമായ ചോദ്യമാണ്. എങ്ങനെ? എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഈ 2 പേരെ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധം? 2 പേരെ ഉൾപ്പെടുത്താതെ വെച്ചാൽ തന്നെ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നീങ്ങുമല്ലോ. ബോർഡിന്റെ സാധാരണ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താലോ, അതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിയമപരമായ പോരാട്ടം നമുക്ക് അതിന്റെ കൂടെ നടത്താലോ. അല്ല, അതുകൊണ്ടെന്താ? നിയമിച്ചോ? ബോർഡിന്റെ പ്രവർത്തനം നടക്കുകയല്ലേ. 2 പേരെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലുള്ള സമീപനം എന്ത്? അതല്ലേ സുപ്രീം കോടതിയിൽ പോയത്. ആ സമീപനം എന്താ കാണാതിരിക്കുന്നത്? അതിന്റെ പോരാട്ടം നടക്കുകയല്ലേ, നിയമപരമായ പോരാട്ടം നടക്കുകയല്ലേ. അതല്ലേ അതിന്റെ ഭാഗം. മുസ്ലിം ലീഗിന്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ സർക്കാർ നിലപാടിനൊപ്പം ലീഗ് ഈ മുസ്ലിം ജനസാമാന്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവർ എടുക്കുന്ന സമീപനമാണ് ചർച്ചയും. അത് ശരിയാണ്. മുസ്ലിം ലീഗ് ഇതിനകത്ത് വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ഒരു കാലത്തും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഇത് ഒരു മന്ത്രിസ്ഥാനമോ ഗവൺമെൻറ്റിലെ സ്ഥാനമോ പ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടല്ല ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇതിൽ വരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ ചോദ്യം ചെയ്തതിന് ഇവർക്കെന്താ വിഷമോ? നേരത്തെ ഇവർ ചോദ്യം ചെയ്തതാണല്ലോ. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്. മാറിപ്പോയിരിക്കുകയാണ്. അത് കാണിക്കുന്നത് വഞ്ചനാപരമായ സമീപനം തന്നെയാണ്. ഈ സർക്കാരിൽ ഇരുന്ന് മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട 2 പേരെ നിയമിക്കാൻ സർക്കാരിന്റെ കൂടെ ഭാഗമായി ലീഗ് തീരുമാനിക്കുകയും അതിനൊപ്പം തന്നെ ഇവരെ നിയമിക്കരുത് എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഹർജിയും കൊടുത്തിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പം കൂടി ഇതിനകത്തില്ലേ ലീഗിന്റെ ഭാഗത്ത്? എല്ലാം ഹർജി നേരത്തെ കൊടുത്തല്ലോ. ഹർജി നേരത്തെ കൊടുത്തു. ആ ഹർജി LDF സർക്കാരും കൊടുത്തു. ആ ഹർജിയുടെ കൂടെയാണ് ലീഗിൻ്റെ ഹർജിയും ഉണ്ടായത്. അത് ശരിയായ സമീപനം. പക്ഷെ ആ ശരിയായ സമീപനത്തിൽ നിന്ന് മാറി ഇപ്പം നിലപാടെടുക്കുന്നു. അത് വഞ്ചനയാണ്. അതാണ് നാം കാണേണ്ടത്. ഈ CMR കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ബന്ധം വെച്ചിട്ടാണ് താങ്കൾ മകൾക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ് EDക്ക് ചൈതന്യ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അതിനോട്? ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. അങ്ങനൊരു വാദം, അങ്ങനൊരു മൊഴി ശശിധരൻ കർത്ത പറയുമെന്ന് കരുതുന്നുള്ളൂ. കാരണം പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധം കാരണമാണ് മകളുടെ കമ്പനിക്ക് പൈസ കൊടുത്തത് എന്നൊരു മൊഴി അദ്ദേഹം പറയുമെന്ന് താങ്കൾ കരുതുന്നു. എങ്ങനെ? അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്.
അത് സാധാരണ നിലക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പ്രക്ഷോഭം അതിൻ്റെതായ വഴിക്ക് നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെയോ അതിൽ പങ്കെടുക്കുന്നവരുടെയോ നേരെ കേസുമായിട്ട് വരുന്ന കാര്യം ശരിയല്ല. ഒരു വേടൻ്റെ നേരെ എന്തോ ഒരു കേസ് എടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു. അത് ശരിയായൊരു സമീപനമല്ല. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിലായിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാണ്. കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷണം നടന്നത്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തിന് എല്ലാ പിന്തുണയുമായിരുന്നു LDF സർക്കാർ നൽകിയിരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതാണ് നടന്നു വരുന്ന സമ്പ്രദായം. അത് കൂടുതൽ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയൂ. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഇത്തരം നടപടികൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് ആ സമീപനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നടക്കുന്നു എന്ന് സംശയമുണ്ട്. അതെ, ആ സംശയം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കണം. കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ഏതായാലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷിക്കുന്നത്. അത് അതേ നിലക്ക് തന്നെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ വരുമ്പോൾ പറയാം അത്തരം കാര്യങ്ങളെ പറ്റി. ഇപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. LDFന്റെ കാലത്തെ മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പൊ അതൊരു അനധിസാധാരണമായ സാഹചര്യമല്ലേ? അപ്പോൾ അതൊരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയമില്ലല്ലോ. അതിലല്ലേ നിലപാട് പറയുന്നത്. നിലപാടല്ലേ ഞങ്ങൾ പറഞ്ഞു. SITയുടെ ഭാഗമായി നടക്കുന്ന, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ ഭാഗമായി നടക്കുന്ന നടപടികളെ ചോദ്യം ചെയ്യുന്ന നിലപാടല്ല ഞങ്ങൾ എടുത്തിരുന്നത്. അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് എടുത്തത്. അത് ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമല്ലേ. നമ്മൾ തുടക്കം മുതൽ പാർട്ടിയും അംഗീകരിച്ചത് അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. ഇതിപ്പം അങ്ങയോടുള്ള ബന്ധത്തിന്റെ കാരണം പണം കൊടുത്ത് കർത്ത പറയുമ്പോൾ അത് അങ്ങയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നിങ്ങളത് വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. ഈ SIT അല്ലാതെ ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി താങ്കളുടെ മകൾക്ക് കമല ഇന്റർനാഷണൽ വിട്ടോ? അല്ല, അങ്ങനെ കമ്പനി ഉണ്ടോ? അല്ല, കമല ഇന്റർനാഷണൽ വിട്ടോ? ഇങ്ങനെ കമ്പനി ഉണ്ടോ? കമല ഇന്റർനാഷണൽ വിട്ടോന്ന്. ഈ താങ്കളുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗൺമാൻമാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. MR അജിത്കുമാർ ആ സമയത്ത് താങ്കളുടെ ഗൺമാൻമാർക്ക് വേണ്ടി കേസ് ഒതുക്കി തീർത്തു എന്നാണ് SIT കണ്ടത്. ആ കാര്യത്തിൽ സാധാരണ നില വിട്ടുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. എൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന പരിചയത്തിൽ പറഞ്ഞാൽ സാധാരണ നില വിട്ടിട്ടുള്ളൊരു നടപടിക്രമങ്ങൾ അതിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാനതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം. ഈ അജിത്കുമാറിന്റെ സസ്പെൻഷൻ എങ്ങനെയാണ് കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നില വിട്ടുള്ള ചില നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പരസ്യമായി പറയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഞാൻ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ? അജിത് കുമാറിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നല്ല, ഗവൺമെൻറ് നിശ്ചയിച്ച നടപടികളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ചിലരെല്ലാം വലിയ താല്പര്യത്തോടെ അതിനെ പിന്താങ്ങാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ആ നിലയല്ല എനിക്ക് ആ കാര്യത്തിലുള്ളത്. തുടർച്ചയായി ചില കേസുകളാണ് അന്നത്തെ സർക്കാരിന്റെ കാലത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം ഇങ്ങനെ രൂപീകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓരോന്ന് വരുമ്പോൾ അല്ലേ നോക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് പറയാം.